നമുക്ക് നല്ല സോഫ്റ്റ് പൂരി ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയൊക്കെ യൂസ് ആക്കാം കേട്ടോ. അതിലോട്ട് കുറച്ച് പൊട്ടുപൊടി, പിന്നെ അതുപോലെ ഉപ്പ്, പഞ്ചസാര, കുറച്ച് ഓയിൽ, എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ പൂരി എണ്ണ കുടിക്കൂല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എണ്ണയിലിട്ട് മുക്കി പൊരിക്കുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ എണ്ണയിലുണ്ടാവുമല്ലോ. ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പരത്തിയെടുക്കുമ്പോൾ പ്രസ്സിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വലിപ്പത്തിൽ ഞാൻ പരത്തിയിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടിട്ട് പൊരിച്ചിട്ടെടുക്കാം. ഞാനിത് എണ്ണയിലോട്ടിട്ടപ്പോൾ പൊങ്ങി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈക്വളായിരുന്നു. പക്ഷേ 1ഉം 2ഉം ഒക്കെ ഇങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ അങ്ങോട്ടും ഒക്കെ റെഡി വന്നു. നല്ലോണം പൊള്ളിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചിക്കൻ കറിൻ്റെ കൂടെയും സോയാബീൻ്റെ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എപ്പോഴല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഇത് ഓയിലി ആയിട്ടുള്ള ഫുഡല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.